Hi friends, SN Creations by Tahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി ഓണം ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സൽവാർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ഇതൊരു അടിപൊളി സൽവാർ ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് കൊടുക്കേണ്ട നല്ല വൈഡ് ഒരു യു നെക്ക് കൊടുക്കുക കേട്ടോ. റൗണ്ട് ഒരു യു നെക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്കിന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് താഴ്ത്തി ഒരു സർക്കിൾ വരയ്ക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണോ ആ സർക്കിൾ വേണ്ടത് അതനുസരിച്ചുള്ള ഒരു സർക്കിൾ കൊടുക്കുക കേട്ടോ. ആ സർക്കിളിന്റെ ഹാഫ് പോർഷൻ വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സും അതിന്റെ എൻഡിൽ ഒരു ഗോൾഡൻ ബീഡും ഫിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തു വരുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കട്ട് ബീഡ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പോർഷൻസിൽ ലീഫാണ് കൊടുക്കുന്നത്. ഈ സെയിം ഫ്ലവർ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഇവിടെയും ലീഫാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടില്ലേ, ഈ റൗണ്ട്സും നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന റൗണ്ട്സും സെയിം ആണ് കേട്ടോ. ഇവിടെ ഞാൻ ചെറിയ റൗണ്ട്സ് വലുതായിപ്പോയി. പിന്നെ ഇവിടെ ലീഫ്, അതായത് നമുക്ക് ഹാഫ് പോർഷൻ ഈ ഒരു ഡിസൈനും പിന്നെ വരുന്ന ബാക്കി പകുതി ഹാഫ് വരുന്നത് ഇതുപോലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കോളംസ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇതുപോലെ കട്ട് ബീഡ് വെച്ച് പോരുവാണ് ചെയ്യേണ്ടത്. എല്ലാം ബാക്ക് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സർക്കിളില്ലേ അതിന്റെ ഔട്ടർ ഫുള്ള് നമുക്ക് വെച്ച് കൊടുക്കേണ്ട കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മെറ്റീരിയൽസ് വേണം, എന്നാലും നമുക്ക് ഓണം ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഞാനിത് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ മെറ്റീരിയലിന് ആവശ്യമോ നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ മെറ്റീരിയൽ ഞാൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ മെറ്റീരിയലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ ഇതുപോലെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ആന്റിക് ഷെയ്ഡ് കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 കളർ റൗണ്ട് ബീഡ്സ് വേണം. ഇത് നമ്മൾ നോർമൽ റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ. നോർമൽ സൈസ് ആണ് റൗണ്ട് ബീഡ്. പിന്നെ ഇത് അതിനേക്കാളും ചെറിയ സൈസാണ്. ഷുഗർ ബീഡ് അല്ല, റൗണ്ട് ബീഡ് തന്നെയാണ്. അതിന്റെ ചെറിയ സൈസാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതുണ്ട് ഇതുപോലെ റെഡ് കളർ സ്റ്റോൺ വേണം കേട്ടോ. നോർമൽ സ്റ്റോൺ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഗമ്മ് വേണം കേട്ടോ ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട്. ഞാനിവിടെ ഒട്ടിക്കുന്നത് നമ്മുടെ ഗമ്മ് B6000 ആണ്. ഇതില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ നോർമൽ ഫെവിക്രിലിന്റെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഒട്ടിക്കുമ്പോൾ കുറഞ്ഞ ഒരു 24 hours എങ്കിലും ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും മെറ്റീരിയലാണ് വേണ്ടത്. പിന്നെ നമുക്ക് നീഡിൽ വേണം. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. വളരെ യൂസ്ഫുൾ ആണ് ബിഗിനേഴ്സിന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സർക്കിൾ ഫുള്ളും നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്താൽ പോരേണ്ടതേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഈ ഫ്ലവറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. ഫ്ലവറിന്റെ സെന്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 2 ലെയറിലായിട്ട് നമ്മൾ കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് സ്റ്റോണിനെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ 2 ലെയറിലായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 6 or 7 നമ്മുടെ ഈ സ്റ്റോൺ ഇല്ലേ റെഡ് കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. ഇച്ചിരി സമയം എടുക്കും. നമ്മൾ ക്ഷമയോടെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. നമുക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഓണത്തിന് ഇത്.
ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ റൗണ്ടിന് കറക്റ്റായി എത്ര നമ്മൾ എടുക്കുന്ന സ്റ്റോൺ ഇല്ലേ എത്ര വലുപ്പവും നോക്കിയിട്ട് അതനുസരിച്ച് വേണം കട്ട് ബീഡ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എടുക്കുന്ന നോർമൽ ഫാബ്രിക് ഗ്ലൂ ആണെങ്കിൽ ഒരു 24 hours എങ്കിലും ഉണങ്ങാൻ വെച്ചിട്ട് മാത്രമേ വർക്ക് ചെയ്യാവൂ കേട്ടോ. ഞാൻ ഈ ബീസ് 6000 ആയതുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത്. അതും പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പാടില്ല, ഇളകിപ്പോവും, സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ റെഡ് സ്റ്റോൺ കൊടുത്തിട്ടില്ലേ, ആ റെഡ് സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ കട്ട് ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റോൺ ഉണ്ടല്ലോ റെഡ്, ഞാൻ എടുത്ത റെഡ് സ്റ്റോൺ കുറച്ച് ചെറുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ റെഡ് കുറച്ചുകൂടെ നന്നായിട്ട് എടുപ്പായിട്ട് തോന്നിക്കുവേ. അപ്പോൾ ഇതുപോലെ ഫുൾ ആ റെഡ് സ്റ്റോണിനെയും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 കട്ട് ബീഡ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം. ഈ റൗണ്ട് ഫുള്ളും ബാക്ക് സ്റ്റിച്ചാണേ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ മൊത്തം നമ്മളിതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു 5 6 ലീഫാണ് വെച്ച് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ നോക്കിയാൽ മതി കേട്ടോ, കറക്റ്റായിട്ടത് മനസ്സിലാവും. ഇവിടെ ഇപ്പം ഞാനൊരു 5 ലീഫാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ലീഫ് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 5 ലീഫും ഇവിടെ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ലീഫ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ലീഫ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളേ, അല്ലെങ്കിൽ അത് ഫിക്സ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ 2 ലീഫിൻ്റെ ഇടയ്ക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ കുറച്ച് റൗണ്ട്സ് കൊടുത്തിട്ടില്ലേ, അവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഒരു നമുക്ക് സെന്ററിലായിട്ട് ഗം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കാം. നമ്മളിവിടെ കുറേ റൗണ്ട്സ് വരച്ചിട്ടുണ്ടല്ലോ, ആ റൗണ്ട്സിലെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഈ ഫ്ലവറിന്റെ ചുറ്റും നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ അതുപോലെ ചെയ്തതുപോലെ തന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ് വെച്ചെടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടല്ലോ, നമ്മളിതുപോലെ ഒരു റെഡ് നമ്മൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫ്ലവറിൽ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഓരോ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു ഈ ചെറിയ ഗോൾഡൻ ബീഡ് നമ്മൾ എടുത്തിട്ടില്ലേ, അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, അപ്പം നമ്മൾ ഓരോ സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ്, അതിൻ്റെ എൻഡിലായിട്ട് ഒരു നമ്മൾ ചെറിയൊരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ടല്ലോ, അത് വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ഫ്ലവർ 2 ഫ്ലവറായി കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ 2 ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ലീഫ്, പിന്നെ ബാക്കി എല്ലാ പോർഷനും ഇതുപോലെ സ്റ്റോൺ കൊടുത്ത് അതിന് 5 കട്ട് ബീഡ് കൊടുത്ത് എടുക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ വരച്ചിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമേ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ലൈൻസ് കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. ഇച്ചിരി ടൈം എടുക്കുന്ന വർക്കാണേ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. എവിടേക്കാണ് ഫ്ലവർ, എവിടേക്കാണ് ലീഫ് എന്ന് നോക്കുക, ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈൻസ്, ഇതുപോലെ കോളം പോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന് മാക്സിമം ചുരുക്കിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ടൈം പോവും, നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോവും. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റൗണ്ട് എത്രത്തോളം നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഈ 2 ഫ്ലവറും കൊടുക്കണം. അവിടെ നമ്മൾ കുറച്ച് ലീവ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സിംഗിളായിട്ട് ഒരു റെഡ് കളർ സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ്, അതിൻ്റെ എൻഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട്. അവിടെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വർക്കാണ്. നമുക്ക് ഓണത്തിന് സ്വന്തമായി തന്നെ നമുക്ക് ചെയ്തിടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന മറ്റേ കേരള കസവില്ലേ, കസവിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. SM ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.